ഈ AKG സെൻട്രലിൽ നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് കൂടി ചേരുകയാണ്. പ്രശാന്ത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അങ്ങനെ ഒരു നാടകത്തിന് ഏതാണ്ട് തിരശ്ശീല വീഴുകയാണ്. കാരണം ഈ മന്ത്രിസഭാ യോഗത്തിലേക്ക് ഇപ്പോൾ CPIയുടെ മന്ത്രിമാർ എത്തും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. മാത്രമല്ല, ഇപ്പോൾ എടുത്തിട്ടുള്ള നിലപാട് മുഖ്യമന്ത്രി തന്നെ CPIയുടെ നേതാക്കളെ നേരിട്ട് വിശദീകരിക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് AKG സെൻട്രലിൽ ഇന്ന് നടന്ന ഈ അവൈലബിൾ സെക്രട്ടേറിയറ്റിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ് പ്രശാന്ത്? ഞാൻ പ്രശാന്തിലേക്ക് എത്താം. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനും അധ്യാപകനുമായ അരുൺ മോഹൻ ചേരുകയാണ്. ശ്രീ അരുൺ മോഹൻ, ഈ പൊറാട്ട് നാടകം ഏതാണ്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരുപക്ഷെ ജനം TV ഒഴികെയുള്ള മറ്റു മാധ്യമങ്ങളൊക്കെ നൽകുന്ന തലക്കെട്ടുകളൊക്കെ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. എന്തോ സംഭവിക്കാൻ പോകുന്നു, CPI മുന്നണി വിടുന്നു, മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് പറയുന്നു. അന്ന് തന്നെ ഞങ്ങൾ നൽകിയ തലക്കെട്ടുകൾ, ഞങ്ങളുടെ വാർത്തയുടെ ആംഗിൾ എന്ന് പറയുന്നത് ഇത് കേവലം നാടകമാണ്. പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണക്കവർച്ച പോലെ ഒരു വലിയ വിഷയം ഈ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ഘട്ടത്തിൽ അതിൽ നിന്നും ശ്രദ്ധ തിരിക്കുവാനായി PM ശ്രീ പോലെയുള്ള കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ തോതിൽ ഗുണം ചെയ്യുന്ന ഒരു പദ്ധതിയുടെ പേരിൽ ഇടതു മുന്നണിയിലെ 2 പാർട്ടികൾ ഈ ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കുന്ന നാടകം കളിക്കുകയായിരുന്നു. അങ്ങ് ഈ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കാരണം ഇപ്പോൾ CPI പറയുന്നത് ഞങ്ങളുടെ 4 മന്ത്രിമാർ ഈ മന്ത്രിസഭാ യോഗത്തിൽ ഉച്ചയ്ക്ക് പങ്കെടുക്കുമെന്നൊക്കെയാണ്. അങ്ങ് എങ്ങനെ ഈ വിഷയത്തോട് പ്രതികരിക്കുന്നു ശ്രീ അരുൺ മോഹൻ? 100% ശരിയാണ് നിരീക്ഷണം. കാര്യം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മുഴുവൻ ഏതാണ്ട് ഇപ്പോൾ രാജിവെക്കുന്നു, മന്ത്രിസഭ താഴെ പോകുന്നു, അവര് ഈ CPI ഇവിടെ നിന്നിറങ്ങി കോൺഗ്രസിലേക്ക് പോകുന്നു. മറ്റേ നമ്മുടെ ഈ മിഥുനം സിനിമയ്ക്കകത്ത് കാണുന്ന പോലെ തേങ്ങയുടക്കി സ്വാമി തേങ്ങയുടക്കി സ്വാമി എന്ന് പറഞ്ഞാൽ കേരളം ഇങ്ങനെ കുറെ കാലമായിട്ട് ഈ ഉടയുന്ന തേങ്ങ കാത്തിരിക്കുകയായിരുന്നു. ഇത് സംഭവിച്ചത് ഒരു കാരണവശാലും സാമാന്യ ബോധമുള്ള മുഴുവൻ ജനങ്ങൾക്കും അറിയാം, MOU സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ ഒരു കാരണവശാലും കേരളം വിചാരിച്ചാൽ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. MOU അതിന്റെ കണ്ടീഷൻ വളരെ കൃത്യമായിട്ട് പറയുന്നു, സെൻട്രൽ ഗവൺമെന്റ് ഹാസ് ദി ഫുൾ റൈറ്റ് ടു വിഡ്രോ ഫ്രം ദിസ് സ്കീം anytime, but the state it is not possible for the state to take a decision on this matter alone എന്നാണ്. അതായത് ഒരു കാരണവശാലും സ്റ്റേറ്റിന് സ്വന്തമായി ഇതിൽ നിന്ന് കരാറിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല, അത് മരവിപ്പിക്കാൻ കഴിയില്ല, റദ്ദാക്കാൻ കഴിയില്ല. ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ 2-3 ദിവസം ഈ വിഷയത്തിലേക്ക് ചർച്ച വഴിതിരിച്ചു വിടുന്നു. ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ പ്രതികരണങ്ങൾ വരുന്നു, എല്ലാ മാധ്യമങ്ങളും അതിന്റെ പുറകെ പോകുന്നു. ഇപ്പം ശബരിമല വിഷയത്തെ നമുക്കറിയാമല്ലോ, ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ അവസാനിക്കുന്നതായിരുന്നു. അത് ഒരു കാരണവശാലല്ല മുരാരി ബാബുവിൽ അവസാനിക്കുന്നതാണോ? ഇനി ഏറിപ്പോയാൽ ഒരു ഉദ്യോഗസ്ഥനെ കൂടി ഇവര് പ്രതി ചേർത്തുകൊണ്ട് കേസ് വൈൻഡപ്പ് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് നീങ്ങും. അതുകൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ചർച്ചകൾ മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ള കൃത്യമായ അജണ്ട ഇതിന് പിന്നിലുണ്ട്. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നാൽ CPI പോലൊരു സംഘടന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന പ്രത്യേകിച്ച് എന്താണ് ഈ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്? EP ജയരാജൻ തന്നെ CPIയെ വിശേഷിപ്പിച്ചത് നമുക്കറിയാമല്ലോ. ഏതെങ്കിലും ഈ മൂത്ത കാരണവരുടെ കൂട്ടത്തിൽ നടന്ന് അവനവന്റെ ഉപജീവനത്തിന് വഴി കാണിക്കുന്ന ചില ആളുകളുണ്ടോ നാട്ടിൽ? അങ്ങനെ ഒരു സംഘടനയായി മാത്രമേ ഞങ്ങൾ അതിനെ കണ്ടിട്ടുള്ളൂ എന്ന് അല്പം മുമ്പ്, കുറച്ചു കാലം മുമ്പ് EP ജയരാജൻ പറഞ്ഞത് തന്നെയാണ് CPI എന്ന് പറയുന്ന സംഘടനയെ കുറിച്ചുള്ള ഇവരുടെ കാഴ്ചപ്പാട്. അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, 23/2/2024 അതായത് ഒരു വർഷം മുമ്പ് ഫെബ്രുവരി മാസം 23-ാം തീയതി 2024 ഞങ്ങൾ ഒപ്പിടാൻ സന്നദ്ധരാണ് എന്നുള്ള വിവരം കേന്ദ്രത്തെ അറിയിച്ച് കത്ത് ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. ഒരു വർഷം മുമ്പ് ഈ കത്തയച്ച് ഞാൻ പൂർണ്ണമായും എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പറയുന്നു, വളരെ വ്യക്തമായി കൃത്യമായി അറിയുന്ന കാര്യമാണ്, വ്യക്തിപരമായി തന്നെ അറിയുന്ന കാര്യമാണ്. CPIയുടെ കൂടി അറിവോടുകൂടിയാണ് ഒരു വർഷം മുമ്പ് MOU സൈൻ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് കേന്ദ്രത്തെ കേരളം അറിയിച്ചത്. ഇവരാരെയാണ് ഈ പൊട്ടന്മാരാക്കുന്നത്? ഇപ്പൊ ഈ പുതിയ കാലഘട്ടത്തില് ആധുനിക ടെക്നോളജി ഇത്രയും ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, AI കാലഘട്ടത്തിൽ ഇപ്പോഴും ഈ ദേശാഭിമാനി മാത്രം വായിക്കുന്ന ആളുകളാണ് കേരളത്തിലുള്ള ആളുകളെന്നാണ് ഇവരുടെ തെറ്റിദ്ധാരണ. അതുകൊണ്ട് ഇതൊരു ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം മാത്രമാണ്. ഒരു കാരണവശാലും MOU സൈൻ ചെയ്യുന്നതിന് പിന്നോട്ട് പോകാൻ ഇവരെ സ്റ്റേറ്റിന് ഒരു കാരണവശാലും കഴിയില്ല. അതിന് തീരുമാനമെടുക്കേണ്ടത് സെൻട്രൽ ആണെന്നിരിക്കെ ഞങ്ങളത് മരവിപ്പിക്കും. ഞങ്ങൾ ഒരുമിച്ച് തീരുമാനമെടുത്തു, ഞങ്ങൾ ഈ മന്ത്രിസഭയെ പങ്കെടുക്കും, ഇത് ഞങ്ങളുടെ വിജയം എന്നും പറഞ്ഞ് ഇപ്പൊ SFI വരും, ASF വരും, MSF വരും. സ്വാഭാവികമായിട്ടും ഇങ്ങനെ വീണ്ടും ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുക. രാഷ്ട്രീയ പ്രബുദ്ധത വളരെ കൂടിയ ജനങ്ങളാണെന്നൊക്കെ നമ്മൾ അവകാശപ്പെടുന്ന സമയത്തും കേരളത്തിലെ ജനങ്ങൾ നിഷ്കളങ്കരാണ്, വിഡ്ഢികളാക്കാൻ വളരെ എളുപ്പമാണ്. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. ശ്രീ അരുൺ മോഹൻ, അത് മാത്രമല്ല വിദ്യാഭ്യാസ മന്ത്രി തന്നെ നേരിട്ട് ഒരു ഉളുമ്പുമില്ലാതെ പറയുന്നത് ഈ ഫണ്ട് മാത്രം മതി, അതായത് ഈ പദ്ധതിയുടെ ഫണ്ട് ഞങ്ങൾക്ക് വേണം, അതുകൊണ്ടാണ് ഇതിൽ ഒപ്പിട്ടത് എന്ന നിലയിലൊക്കെ ഉള്ള പ്രതികരണങ്ങൾ അങ്ങ് ശ്രദ്ധിച്ചു കാണുമല്ലോ. കാരണം മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ഇത് നടപ്പാക്കുന്നു, അതിൻ്റെ ഗുണം അവിടുത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ലഭിക്കുന്ന ഘട്ടത്തിൽ പച്ചയ്ക്ക് വാർത്താ സമ്മേളനം നടത്തി പറയുകയാണ് ഈ പദ്ധതി കൊള്ളത്തില്ല, പക്ഷേ കേന്ദ്രത്തിൻ്റെ കാശ് വേണം.
അതിലെ ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയാമോ? ഇവർക്ക് തന്നെ ഇതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ ഒരാൾക്ക് പോലും ഇല്ല എന്നുള്ളതാണ്. NEP-യുടെ മുഴുവൻ കണ്ടീഷൻസ്, ടേംസ് എനിക്ക് അറിയില്ല വിദ്യാഭ്യാസ മന്ത്രി അതിനെക്കുറിച്ച് വായിച്ച് അറിവുള്ളതുണ്ടോന്ന്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ നിലപാട് മാറ്റുന്നു. നിങ്ങളൊക്കെ സഹിതം റിപ്പോർട്ട് ചെയ്താണല്ലോ, ഞാൻ എൻ്റെ നിലപാട് മാറ്റുന്നു. മുമ്പ് പറഞ്ഞിരുന്ന അല്ല ശരിയായ നിലപാടെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഒരു വിദ്യാഭ്യാസ മന്ത്രി വ്യക്തിപരമായിട്ടല്ലല്ലോ ഒരു നിലപാട് പറയുന്നത്, അത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാടാണ് അദ്ദേഹം വിശദീകരിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഞാനത് വളരെ വിശദമായി വായിച്ചപ്പോൾ, പഠിച്ചപ്പോൾ, മനസ്സിലാക്കിയപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അങ്ങനെ നിലപാട് മാറ്റം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതിനകത്ത് ഒരു തെറ്റുമില്ല. എവിടെയാണ് തെറ്റെന്ന് നിങ്ങൾ പറയൂ എന്ന് മാധ്യമങ്ങളോട് വിദ്യാഭ്യാസ മന്ത്രി ചോദിക്കും നമ്മൾ കണ്ടു. അതിനുശേഷം പിന്നീട് പുള്ളി വേറൊരു അവസരത്തിൽ പറയുന്നു, അതിന്റെ പണത്തിന് വേണ്ടി മാത്രമാണ്, തന്ത്രപരമായ നീക്കമായിരുന്നു. പരസ്യമായ ഒരു മനുഷ്യൻ പറയുകയാണ് തന്ത്രപരമായ നീക്കമാണ്. ഇപ്പൊ നമ്മളൊരു കരാറിൽ ഒരാളുമായിട്ട് ഏർപ്പെട്ടു, ഒരു വസ്തു മേടിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടാണെന്നിരിക്കട്ടെ, കരാറിൽ ഏർപ്പെട്ടതിന് ശേഷം അതിന്റെ പണവും വാങ്ങിയതിന് ശേഷം ഞാൻ തീരുമാനിക്കുകയാണ് നിങ്ങൾക്ക് ഇനി അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു പറയാന്ന് പറഞ്ഞാൽ വിഡ്ഢികളാക്കുന്നതിന് തുല്യമാണ്. ഒരു MOU സൈൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെടുന്ന വ്യത്യാസം 60% കേന്ദ്രവും 40% മാത്രം സംസ്ഥാനം ഇനിഷ്യേറ്റ് എടുക്കുന്ന ഒരു പദ്ധതി സ്വാഭാവികമായിട്ട് അതിന്റെ കരിക്കുലം ഉൾപ്പെടെ തീരുമാനിക്കുന്ന NCERT ആണെന്ന് പരസ്യമായി പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിരിക്കെ കേരളത്തിനൊരു നയമുണ്ട്, ആ നയത്തിൽ ഞങ്ങൾ വെള്ളം ചേർക്കില്ല, എന്നാൽ ഞങ്ങൾക്ക് പണം വേണം എന്നൊക്കെ പറയുന്നത് വീണ്ടും വീണ്ടും വിഡ്ഢികളാക്കാൻ വേണ്ടിയാണ്. അതേ മനുഷ്യൻ തന്നെ അതേ നാക്കുകൊണ്ട് ആ നാവ് വായിലേക്ക് ഇടുന്നതിന് തൊട്ടു പുറകെ തന്നെ അദ്ദേഹം പറഞ്ഞു, ഇതിലെന്താണ് തെറ്റ് എന്ന് നിങ്ങൾ പറഞ്ഞു തരൂ. അപ്പം നയം ഞങ്ങൾ മാറ്റുകയാണെന്ന് ഒരു വശത്ത് പറയുകയും നേരെ മറ്റൊരു വശത്ത് ഇപ്പോൾ MOU ഞങ്ങൾ മരവിപ്പിക്കുകയാണെന്ന്, ഇതെല്ലാം ഇതിനെക്കുറിച്ചൊരു ധാരണ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പം ഈ വാർത്തയെ വഴിതിരിച്ചു വിടാൻ പ്രഗത്ഭരാണ് CPM-ന്റെ നേതാക്കന്മാരും നമ്മുടെ മന്ത്രിമാരും ഒക്കെ, വാർത്തകളെ വഴിതിരിച്ചു വിടാൻ. പക്ഷെ എന്ത് പറയണം, എപ്പോൾ പറയണമെന്ന് ഇവരുടെ പ്ലാനിങ് അല്പം തെറ്റിപ്പോയി. അതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വിഡ്ഢികളായി ഈ മന്ത്രി പറയുന്ന വാക്കല്ല നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത്, അതല്ല CPI-യുടെ നേതാവ് പറയുന്നത്. അതുകൊണ്ട് ഇവരുടെ പ്ലാനിങ്ങിൽ ചെറിയ ഒരു പാകപ്പിഴ വന്നതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ ഇളിഭ്യരായി ജനങ്ങളുടെ മുന്നിൽ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായെന്നാണ് എൻ്റെ അഭിപ്രായം. യെസ്, ഓക്കെ, വളരെ നന്ദി ശ്രീ അരുൺ മോഹൻ.